ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 52 ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് 53ാമത്തെ ദശകമാണ് ചൊല്ലാനുള്ളത്. 53ാമത്തെ ദശകം എന്ന് പറയുന്നത് ധേനുകാസുര വധമാണ്. അങ്ങനെ കഴിഞ്ഞ ദശകത്തിൽ ബ്രഹ്മദേവന്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതാണ് നമ്മൾ ചൊല്ലിയത്. അപ്പോൾ ഈ ദശകത്തിൽ ഇനി ധേനുകാസുര വധാണ്. ഈ ദശകത്തിൽ ആകെ 10 ശ്ലോകങ്ങളാണുള്ളത്. എല്ലാ ശ്ലോകങ്ങളും ഉപജാതി എന്ന വൃത്തത്തിലുമാണ് ഉള്ളത്. അപ്പോൾ ചൊല്ലിത്തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം അതീത്യ ബാല്യം ജഗതാം പതേ ത്വമുപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യ വത്സാവനമുത്സവേന പ്രാവർത്തതാഗോ ഗണപാലനായാം. ഒന്നുകൂടി ചൊല്ലാം. അതീത്യ ബാല്യം ജഗതാം പതേ ത്വമുപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യ വത്സാവനമുത്സവേന പ്രാവർത്തതാഗോ ഗണപാലനായാം. 53ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അല്ലയോ ജഗന്നാഥ എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിലെ ഭഗവാനെ വിളിക്കുന്നത്. അല്ലയോ ഈ ജഗത്തിൻ്റെ തന്നെ നാഥ, അങ്ങയുടെ ബാല്യകാലം കഴിഞ്ഞിട്ട് കൗമാരകാലത്തെ പ്രാപിച്ച് അങ്ങ് പശുക്കുട്ടികളുടെ രക്ഷണത്തിൽ നിന്നും മാറി ഗോക്കളെ സംരക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഗോക്കളെ പരിപാലിച്ചുകൊണ്ട് സന്തോഷമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ ബാല്യകാലം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ബാല്യകാലം കഴിഞ്ഞു, ഇനി അടുത്തത് കൗമാരകാലമാണ്. കൗമാരകാലത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ ലൈഫിലെ ഓരോ സ്റ്റേജസ് ആണ് അല്ലേ. അപ്പം അങ്ങനെ ബാല്യകാലം കഴിഞ്ഞ് ഭഗവാൻ കൗമാരകാലത്തിലേക്ക് കടന്നു. അതായത് 53ാമത്തെ ദശകം തുടങ്ങുമ്പോൾ കൗമാരകാലത്തിൻ്റെ ആരംഭമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത്രയും സമയം ഭഗവാൻ പശുക്കുട്ടികളെയാണ് പരിപാലിച്ചതെങ്കിൽ കൗമാരപ്രായം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലിയ കുട്ടിയായല്ലോ. അപ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ കൂടി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ പശുക്കുട്ടികളുടെ സംരക്ഷണം വിട്ട് ഭഗവാൻ ഗോക്കളെ സംരക്ഷിച്ചു തുടങ്ങി. അതായത് വലിയ പശുക്കളെയൊക്കെ നോക്കി തുടങ്ങി ഭഗവാൻ. അങ്ങനെ ഗോക്കളെയൊക്കെ പരിപാലിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്നാണ് 1ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് ഒരു കഥ പറയുന്നത് പോലെ അങ്ങനെ സന്തോഷമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു അത് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ 1ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ഇനി നമുക്ക് 2ാമത്തെ ശ്ലോകം ചൊല്ലാം. ഉപക്രമസ്യാനുഗുണൈവ സേയം മരുത്പുരാധീശ തവ പ്രവൃത്തി ഗോത്രാപരിത്രാണകൃതേവതീർണസ്തദേവ ദേവാരഭതാസ്തഥായത്. ഒന്നുകൂടി ചൊല്ലാം. ഉപക്രമസ്യാനുഗുണൈവ സേയം മരുത്പുരാധീശ തവ പ്രവൃത്തി ഗോത്രാപരിത്രാണകൃതേവതീർണസ്തദേവ ദേവാരഭതാസ്തഥായത്. 2ാമത്തെ ശ്ലോകം ഭട്ടതിരിപ്പാട് ആരംഭിക്കുന്നത് ഭഗവാനെ മരുത്പുരാധീശ എന്ന് വിളിച്ചുകൊണ്ടാണ്. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് ഈ കൗമാര കാലഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഗോക്കളെ സംരക്ഷിക്കാനാണെന്നാണല്ലോ പറഞ്ഞത്. പശുക്കുട്ടികളുടെ സംരക്ഷണം വിട്ട് ഗോക്കളെ സംരക്ഷിക്കാനാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് തുടക്കത്തിന് എന്തുകൊണ്ടും നല്ലതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗോത്ര സംരക്ഷണത്തിനാണ് ഭഗവാൻ അവതാരം എടുത്തത് എന്ന് പറയുന്നു. അപ്പോൾ ഗോത്രം എന്നുള്ള ആ ഒരു വാക്കിന് ഗോക്കളുടെ സമൂഹം എന്നും ഒപ്പം ഭൂമി എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഭൂമിയെ ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ
ശ്രീകൃഷ്ണ അവതാരം എടുത്തത് എന്ന് നമ്മൾ ഭഗവാന്റെ അവതാരത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പോൾ ഗോത്ര സംരക്ഷണത്തിന് ഭഗവാൻ തയ്യാറായി. കൗമാര കാലഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഗോത്ര സംരക്ഷണത്തിന് തയ്യാറായി, അല്ലെങ്കിൽ ഗോത്ര സംരക്ഷണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭഗവാൻ പശുക്കളെ സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത്, അതിൻ്റെ ഒപ്പം ഈ ഭൂമിയെ കൂടി പരിപാലിക്കുന്നു എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഭൂമിയെ രക്ഷിക്കാൻ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ രണ്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ഭട്ടതിരിപ്പാട് പറയാണ്, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ കൗമാര കാലഘട്ടത്തിൽ ഗോത്ര സംരക്ഷണത്തിന് ഒരുങ്ങി എന്നുള്ളത് തുടക്കത്തിലെ ഏറ്റവും നല്ല കാര്യം തന്നെയാണ് എന്ന്. അപ്പോൾ ഗോത്ര സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഭൂമിയെ സംരക്ഷിക്കുക എന്നുകൂടി അർത്ഥമുള്ളത് കൊണ്ടാണ് ഭട്ടതിരിപ്പാട് രണ്ടാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ വിവരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. കഥാപി രാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീദാമനാബ്ന സ്വസഖസ്യ വാച മോദാദഗാദേനുഗകാനനം ത്വം. ഒന്നുകൂടി ചൊല്ലാം. കഥാപി രാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീദാമനാംന സ്വസഖസ്യ വാച മോദാദഗാദേനുഗകാനനം ത്വം. മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭഗവാൻ ഒരു ദിവസം ബലരാമനോട് ഒന്നിച്ച് ഇങ്ങനെ കാട്ടിൽ കാനന കാന്തി ആസ്വദിച്ച് നടക്കുകയാണ് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അതായത് വനത്തിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ബലരാമനോടൊപ്പം കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഭഗവാന് ശ്രീധാമൻ എന്നു പേരുള്ള ഒരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ ആ ശ്രീധാമൻ പറഞ്ഞതനുസരിച്ച് സന്തോഷത്തിന് വേണ്ടി എന്ന് പറയുന്നുണ്ട്. നമ്മൾ കൂട്ടുകാർ പറയുമ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ ആ കാലഘട്ടത്തിൽ വളരെ സന്തോഷം തരുന്ന കാര്യമാണ് അല്ലേ. നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറയും, നമുക്കിങ്ങനെ ചെയ്താലോ, നമുക്ക് അങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറയും. അങ്ങനെ പെട്ടെന്നൊക്കെ നമ്മുടെ പ്ലാനിലൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വരുമല്ലോ. അതുപോലെ തന്നെ ഭഗവാൻ ഇങ്ങനെ കൂട്ടുകാരോടൊത്ത് ഒരുമിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ബലരാമനും ഉണ്ട് കൂടെ. അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ കൂട്ടത്തിലുള്ള ഒരു ഭഗവാന്റെ കൂട്ടുകാരൻ ശ്രീരാമൻ പറഞ്ഞു, നമുക്ക് ധേനുക വനത്തിലേക്ക് കടന്നാലോ എന്ന്. അപ്പോൾ സന്തോഷത്തിനെ കണക്കാക്കി ഭഗവാൻ എല്ലാവരോടും ഒപ്പം ധേനുക വനത്തിലേക്ക് കയറി എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ധേനുകാസുരൻ ഉണ്ടാവുക അല്ലെ. ധേനുകന്റെ കാട്ടിലേക്ക് കയറി, ധേനുക വനത്തിലേക്ക് ഭഗവാനും കൂട്ടുകാരും കൂടി പ്രവേശിച്ചു എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഭഗവാൻ ബലരാമനോടൊപ്പം കാടിന്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ കൂട്ടുകാരനായ ശ്രീധാമൻ പറഞ്ഞതനുസരിച്ച് ധേനുക വനത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചൊല്ലാം. ഉത്താലതാലീനിവഹേത്വദുക്ത്യാ ബലേന ദൂതേദഫലേന ദോർഭ്യാം മൃദുഃഖരശ്ചാഭ്യപതത് പുരസ്താത് ഫലോത്കരോദേനുഗദാനവോപി. ഒന്നുകൂടി ചൊല്ലാം. താലതാലീനിവഹേത്വദുക്ത്യാ ബലേന ദൂതേദഫലേന ദോർഭ്യാം മൃദുഃഖരശ്ചാഭ്യപതത് പുരസ്താത് ബലോത്കരോദേനുഗദാനവോപി. നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭഗവാൻ പറഞ്ഞിട്ട് ബലരാമൻ, ഭഗവാന്റെ ജ്യേഷ്ഠനായ ബലരാമൻ അത്യുന്നതങ്ങളായ എന്നുവെച്ചാൽ നല്ല ഉയരത്തിലുള്ള കരിമ്പന മരങ്ങളെ, താലവൃക്ഷം എന്നും കരിമ്പന മരത്തെ പറയും, അങ്ങനെയുള്ള കരിമ്പന മരങ്ങളെ കൈകൊണ്ടിങ്ങനെ പിടിച്ച് ശക്തിയായിട്ട് കുലുക്കി. അങ്ങനെ കുലുക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? പനയിൽ നിന്നും നല്ല മൃദുവായതും ഖരമായതുമായ പഴങ്ങൾ താഴെ വീണു എന്നാണ് പറയുന്നത്. അതായത് ഇളനീർ പാകത്തിലുള്ള പഴങ്ങളുണ്ട്, എന്നാൽ നല്ല മൂത്ത് പഴുത്ത് നല്ല മധുരമുള്ള പഴങ്ങളും, അങ്ങനെ 2 തരത്തിലുള്ള ഫലങ്ങൾ താഴെ വീണു, പനന്തേങ്ങകൾ താഴെ വീണു എന്നാ പറയുന്നത്. അതുപോലെ തന്നെ മൃദുവും ഖരവുമായ ധേനുകാസുരനും താഴെ വീണു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൃദു എന്ന് വെച്ചാൽ സോഫ്റ്റ് എന്നുള്ളതല്ലേ അർത്ഥം, ഖര എന്ന് വെച്ചാൽ
കട്ടിയുള്ളത് എന്നർത്ഥം. അങ്ങനെ ഖര എന്നുള്ള വാക്കിന് സംസ്കൃതത്തിൽ കഴുത എന്നും അർത്ഥമുണ്ട്. അപ്പോൾ മൃദു ഖര എന്ന് പറയുമ്പോൾ മൃദുവും ഖരനുമായ ധേനുകാസുരനും താഴെ വീണു എന്നാ പറയുന്നത്. അവിടെ അർത്ഥമാക്കുന്നത് മൃദു എന്ന് പറഞ്ഞാൽ ബലഹീനനാണ്, കഴുതയുടെ രൂപമുള്ളവനുമാണ് ധേനുകാസുരൻ. അപ്പൊ അങ്ങനെ മൃദു ഖര എന്ന് പറഞ്ഞ രണ്ടും ബലങ്ങളെയും അങ്ങനെ തന്നെയാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്, ധേനുകാസുരനെയും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ മൃദു എന്ന് പറയുമ്പോൾ ഇളനീർ പാകത്തിലുള്ളതും നല്ല മൂത്തതുമായിട്ടുള്ള 2 തരം ഫലങ്ങളും താഴെ വീണു. ഒപ്പം മൃദുഖരമായി ധേനുകാസുരനും താഴെ വീണു. ദുർബലനും കഴുതയുടെ വടിവത്തവനുമായ ധേനുകാസുരനും ഒപ്പം താഴേക്ക് വീണു, ഇവരുടെ മുന്നിലേക്ക് വീണു എന്നാണ് പറയുന്നത്. അപ്പോൾ 4ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഭഗവാൻ പറഞ്ഞിട്ട് ബലരാമൻ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന കരിമ്പനയെ ശക്തിയായി തൻ്റെ കൈകൊണ്ട് കുലുക്കിയ സമയത്ത് അതിൽ നിന്നും ഇളനീർ പാകത്തിലുള്ളതും കട്ടിയുള്ളതുമായിട്ടുള്ള ഫലങ്ങളും ഒപ്പം ദുർബലനും കഴുതയുടെ വടിവെടുത്തവനുമായ ധേനുകാസുരനും താഴെ വീണു എന്നാ പറയുന്നത്. ഇനി നമുക്ക് 5ാമത്തെ ശ്ലോകം ചൊല്ലാം. സമുദ്യതോ ദൈനുകപാലനേഹം കദം വദം ദൈനുകമദ്യ കുർവേ ഇതീവ മത്വാ ധ്രുവമഗ്രജേന സുരൗഖയോധാരമജീഖതസ്ത്വം. ഒന്നുകൂടി ചൊല്ലാം. സമുദ്യതോ ദൈനുകപാലനേഹം കദം വദം ദൈനുകമദ്യ കുർവേ ഇതീവ മത്വാ ധ്രുവമഗ്രജേന സുരൗഖയോധാരമജീഖതസ്ത്വം. 5ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ദൈനുക സംരക്ഷണത്തിൽ അല്ലെങ്കിൽ ധേനുക സംരക്ഷണത്തിൽ കൂറോടുകൂടി ഏർപ്പെട്ടിരിക്കുന്ന ഞാൻ എങ്ങനെയാണ് ദൈനുക വധം നടത്തുക എന്ന് ചിന്തിച്ചത് കൊണ്ടാണോ എന്തോ ഭഗവാൻ ബലരാമനെ കൊണ്ടാണ് ദേവന്മാരുടെ ശത്രുക്കളായ ധേനുകാസുരനെ വധിച്ചത് അല്ലെങ്കിൽ കൊല്ലിച്ചത് എന്നാണ് 5ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. അതായത് ഭഗവാൻ ഇപ്പോൾ പശുക്കളുടെ സംരക്ഷണമാണ് ഏറ്റെടുത്തിരിക്കുന്നത്, ധേനുക സംരക്ഷണത്തെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ധേനുകനെ ഭഗവാൻ വധിക്കുക? കഴുതയുടെ രൂപമുള്ള അസുരനാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു ധേനുകനെ ഞാൻ എങ്ങനെയാണ് വധിക്കുക എന്ന് കരുതിയിട്ടാവണം ആ അസുരനെ, പൊതുവെ ദുർബലനും കഴുതയുടെ രൂപമുള്ളവനുമായ ആ അസുരനെ ബലരാമനെ കൊണ്ട് ഭഗവാൻ കൊല്ലിച്ചത് എന്നാ പറയുന്നത്. ഒപ്പം ഈ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ദേവന്മാരുടെ ശത്രുവായ ധേനുകാസുരനെ എന്ന്. അതായത് ദേവന്മാരെ നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അസുരനാണ് ധേനുകാസുരൻ. അപ്പോൾ അങ്ങനെ ദേവന്മാരുടെ ശത്രുവായ, ദേവന്മാരുടെ സമൂഹത്തിന്റെ ശത്രുവായ ധേനുകാസുരനെ ബലരാമനെ കൊണ്ട് ഭഗവാൻ കൊല്ലിച്ചത് എന്നാ പറയുന്നത്. അപ്പോൾ 5ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ധേനുക സംരക്ഷണത്തിൽ കൂറോടുകൂടി ഏർപ്പെട്ടിരിക്കുന്ന ഭഗവാൻ ഒരിക്കലും ധേനുകനെ വധിക്കാൻ സാധിക്കുകയില്ല, ഭഗവാന് ഒരിക്കലും ധേനുകനെ വധിക്കാൻ സാധിക്കുകയില്ല എന്ന് തോന്നിയത് കൊണ്ടാവും ഭഗവാൻ ബലരാമനെ കൊണ്ട്, തൻ്റെ ജ്യേഷ്ഠനായ ബലരാമനെ കൊണ്ട് ദേവന്മാരുടെ ശത്രുവായ ധേനുകനെ വധിക്കുന്നത് എന്നാണ് 5ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകം ചൊല്ലാം. തദീയ ഭൃത്യാനപി ജംഭുകത്വേനോപാഗതാനഗ്രജ സംയുതസ്ത്വം ജംഭൂഫലാനീവ തഥാ നിരാസ്തസ്ഥാലേഷു ഖേലൻ ഭഗവൻ നിരാസ്ത. ഒന്നുകൂടി ചൊല്ലാം. തധീയ ഭൃത്യാനപി ജംഭുകത്വേനോപാഗതാനഗ്രജ സംയുതസ്ത്വം ജംഭൂഫലാനീവ തഥാ നിരാസ്തസ്ഥാലേഷു ഖേലൻ ഭഗവൻ നിരാസ്ത. 6ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ധേനുകാസുരന്റെ വധം കഴിഞ്ഞു അല്ലെ. അപ്പോൾ ധേനുകാസുരന്റെ അനുചരന്മാരുണ്ട്. ധേനുകാസുരന്റെ അനുചരന്മാർ എന്ന് പറയുന്നത് കുറുക്കന്മാരുടെ വേഷം എടുത്തിട്ട് ഭഗവാന്റെയും ബലരാമന്റെയും നേർക്ക് പാഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. ധേനുകാസുരന്റെ ഭൃത്യന്മാർ അല്ലെങ്കിൽ ധേനുകാസുരന്റെ അനുചരന്മാർ
കുറുക്കൻ്റെ വേഷം എടുത്തിട്ട് ഇവരുടെ നേർക്ക് പാഞ്ഞെടുക്കുകയാണ്, കുറുക്കന്മാരുടെ വേഷം സ്വീകരിച്ചിട്ട്. അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, അവരെയൊക്കെ ഇങ്ങനെ നേരിട്ട് പാഞ്ഞെടുത്ത ധേനുകാസുരൻ്റെ അനുചരന്മാരെയൊക്കെ വെറും ഞാവൽ പഴം കണക്കെ എടുത്ത് ഭഗവാൻ താലവൃക്ഷങ്ങളിലേക്ക് അല്ലെങ്കിൽ പനമരങ്ങളിലേക്ക് എടുത്തെറിഞ്ഞു എന്നാണ് 6-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 6-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ധേനുകാസുരന്റെ വധത്തിലെ കോപം കൊണ്ട് ധേനുകാസുരന്റെ അനുചരന്മാർ കുറുക്കന്മാരുടെ വേഷം സ്വീകരിച്ച് ആക്രമിക്കാനായി ഭഗവാന്റെയും ബലരാമന്റെയും നേർക്ക് പാഞ്ഞെടുത്തു. എന്നാൽ അവരെയൊക്കെ വെറും ഞാവൽപ്പഴം കണക്കി, അതായത് അത്രയും നിസ്സാരാണ് ഭഗവാന് ധേനുകാസുരന്റെ ഭൃത്യന്മാർ എന്നാ പറയുന്നത്. അവരെയൊക്കെ അങ്ങനെ ഞാവൽപ്പഴം കണക്കെ എടുത്ത് താലവൃക്ഷങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് 7-ാമത്തെ ശ്ലോകം ചൊല്ലാം. വിനിഘ്നദീത്വയ്യദജംബുഖൗഖം സനാമകത്വാധ്വരുണസ്തധാനീം ഭയാകുലോ ജംബുഗനാമധേയം ശ്രുതി പ്രസിദ്ധം വ്യദിതേതി മന്യേ. വിനിഘ്നദീത്വയ്യദജംബുഖൗഖം സനാമകത്വാധ്വരുണസ്തധാനീം ഭയാകുലോ ജംബുഗനാമധേയം ശ്രുതി പ്രസിദ്ധം വ്യദിതേതി മന്യേ. 7-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, 6-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ കുറുക്കന്മാരുടെ രൂപത്തിൽ വന്ന ധേനുകാസുരന്റെ അനുചരന്മാരെ ഭഗവാൻ അങ്ങനെ എടുത്തെറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട് ജംബുകൻ എന്ന്. ജംബുകൻ എന്ന് പറഞ്ഞാൽ കുറുക്കൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ 7-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെ വന്ന ജംബുകന്മാരെ അല്ലെങ്കിൽ കുറുക്കന്മാരെ എടുത്ത് താലവൃക്ഷങ്ങളിലേക്ക് എറിയവേ അതേ നാമമുള്ള വരുണൻ, അതായത് വരുണദേവന് ജംബുകൻ എന്നും പേരുണ്ടത്രേ. അപ്പോൾ അങ്ങനെ അതേ നാമമുള്ള വരുണദേവൻ ആ നാമത്തെ ജംബുകൻ എന്ന പേരിനെ ഭയം കൊണ്ട് മറച്ചു വെച്ചു എന്ന്. അതായത് ജംബുകന്മാരെയൊക്കെ ഇങ്ങനെ എടുത്ത് എറിയുന്നത് കണ്ടപ്പോൾ തനിക്കും ആ പേരുണ്ടല്ലോ, അപ്പോൾ ആ പേരിനെ വേദങ്ങളിലേക്ക് മാത്രമായിട്ട് ഒതുക്കി അല്ലെങ്കിൽ ആ പേരിനെ മറച്ചു വെച്ചു എന്ന് പരിഹാസ രൂപേണ പറയുകയാണ് ഭട്ടതിരിപ്പാട് 7-ാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ 7-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ, തൻ്റെ നേർക്ക് ആക്രമിക്കാനായിട്ട് പാഞ്ഞു വന്ന കുറുക്കന്മാരെ അഥവാ ജംബുകന്മാരെ ബലരാമനും കൃഷ്ണനും ചേർന്ന് താലവൃക്ഷങ്ങളിലേക്ക് എടുത്തെറിഞ്ഞപ്പോൾ അതേ നാമം ഉള്ള ആ പേര് കൊണ്ട് പ്രശസ്തമായ അല്ലെങ്കിൽ ശ്രുതി കൊണ്ട് പ്രശസ്തമായ വരുണദേവനെ ജംബുകൻ എന്നും വിളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വരുണദേവൻ ആ പേരിനെ തന്നെ ഭയം കൊണ്ട് മറച്ചു വെച്ചു അല്ലെങ്കിൽ വേദങ്ങളിലേക്ക് മാത്രമായിട്ട് ആ പേരിനെ ഒതുക്കി നിർത്തി എന്നാണ് ഭട്ടതിരിപ്പാട് 7-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 8-ാമത്തെ ശ്ലോകം ചൊല്ലാം. തവാവതാരസ്യ ഫലം മുരാരേ സംജാതമധ്യേതി സുരൈർനുതസ്ത്വം സത്യം ഫലം ജാതമിഹേതിഹാസി ബാലൈ സമം താലഫലാന്യഭുങ്ക്ത. ഒന്നും കൂടി ചൊല്ലാം. തവാവതാരസ്യ ഫലം മുരാരേ സംജാതമധ്യേതി സുരൈർനുതസ്ത്വം സത്യം ഫലം ജാതമിഹേതിഹാസി ബാലൈ സമം താലഫലാന്യഭുങ്ക്ത. അല്ലയോ ഭഗവാൻ മുരാരേ, അല്ലെങ്കിൽ ഭഗവാനെ മുരാന്തകം, മുരനെ വധിച്ചത് കൊണ്ടാണ് ഭഗവാന് മുരാരി എന്ന് പേര് വന്നത് അല്ലേ. അപ്പോൾ അല്ലയോ മുരാന്തക ഭഗവാനെ, അങ്ങയുടെ അവതാരം എടുത്തതിൻ്റെ ഫലം അല്ലെങ്കിൽ പ്രയോജനം ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് ദേവന്മാര് ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ സ്തുതിച്ചപ്പോൾ ഭഗവാൻ പറയാണ്, ആ ശരിയാണ്, അത് സത്യമാണ്, എനിക്കും ഫലം ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് ആ താഴെ വീണ പനന്തേങ്ങകൾ അല്ലെങ്കിൽ താലഫലങ്ങൾ ഭഗവാൻ
കൂട്ടുകാരോടൊപ്പം ഭക്ഷിച്ചു എന്നാണ് പറയുന്നത്. അതായത് ദേവന്മാർ പറയാണ് അങ്ങയുടെ അവതാരത്തിൻ്റെ ഫലം ലഭിച്ചു എന്ന് പറയാണ്. അപ്പോൾ ഭഗവാൻ ഒരു നേരം പോക്ക് പറയാണ്, എന്ത്, അതെ എനിക്കും ഫലം ലഭിച്ചു എന്ന്. ഏത് ഫലം? താലഫലമാണ് ഭഗവാൻ ലഭിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ അത്രയും അതിനെ നിസ്സാരമായി കണ്ട് അതിനെ ഒരു കളിചിരിയായി എടുത്ത് അല്ലെങ്കിൽ ഒരു തമാശയായി എടുത്ത് ഒരു നേരം പോക്കായി എടുത്ത് ഭഗവാൻ ആ ഫലങ്ങളെ, താലഫലങ്ങളെ തൻ്റെ കൂട്ടുകാരോടൊപ്പം ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചു എന്നാണ് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 8ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ദേവന്മാര് ഭഗവാനെ സ്തുതിക്കുകയാണ്. അല്ലയോ മുരാന്തക, അങ്ങയുടെ അവതാരത്തിൻ്റെ പ്രയോജനം ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചു, അതിൻ്റെ ഫലം ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് സത്യമാണ്, എനിക്കും ഫലം ലഭിച്ചു എന്ന് നേരം പോക്ക് പറഞ്ഞുകൊണ്ട് ആ താഴെ വീണ താലഫലങ്ങളെ തൻ്റെ കൂട്ടുകാരോടൊപ്പം ഇരുന്ന് ഭഗവാൻ ഭക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. ദ്രവസൃന്തി ബൃഹന്തി താനി ഫലാനി മേധോ ഭരഭൃന്തി ഭുക്ത്വാ തൃപ്തൈശ്ച ധൃപ്തൈർഭവനം ഫലൗഖം വഹദ്ഭിരാഗാ ഖലു ബാലകൈസ്ത്വം. ഒന്നുകൂടി ചൊല്ലാം. മധുദ്രവസൃന്തി ബൃഹന്തി താനി ഫലാനി മേധോ ഭരഭൃന്തി ഭുക്ത്വാ തൃപ്തൈശ്ച ധൃപ്തൈർഭവനം ഫലൗഖം വഹദ്ഭിരാഗാ ഖലു ബാലകൈസ്ത്വം. 9ാമത്തെ ശ്ലോകത്തില് ആ ധേനുകവനത്തിൽ നിന്നും ആ താലവൃക്ഷങ്ങളിൽ നിന്നും കിട്ടിയ താലഫലങ്ങൾ അല്ലെങ്കിൽ പനം തേങ്ങകളുടെ ഗുണമേന്മയെക്കുറിച്ച് പറയുകയാണ് 9ാമത്തെ ശ്ലോകത്തിൽ. എന്നുവെച്ചാൽ ധാരാളം കഴമ്പുള്ളവയും വലിപ്പമുള്ളതും നിറയെ നീരുള്ളതും, അതായത് തേൻചാർ ഒഴുകുന്നത് എന്നാ പറയുന്നത്. അതായത് അത്രയും മധുരമായിട്ടുള്ള വെള്ളം അതിലുണ്ട്. അതായത് ജ്യൂസി എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഫ്രൂട്ട്സ് ജ്യൂസി ആണെന്ന് പറയില്ലേ, അതുപോലെ നല്ല ജ്യൂസി ആയിട്ടുള്ള താലഫലങ്ങളാണ് ആ വൃക്ഷങ്ങളിൽ നിന്നും ലഭിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഫലങ്ങൾ ആവോളം കൂട്ടുകാരും ഭഗവാനും ബലരാമനും എല്ലാവരും കൂടി ഭക്ഷിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഭക്ഷിച്ച് വളരെ ആനന്ദത്തെ നേടിയവരും ആ ഫലങ്ങൾ കുറേയൊക്കെ പൊതിഞ്ഞ് വീടുകളിലേക്കും കൊണ്ടുപോയി. വീട്ടിൽ പോയിട്ടും കഴിക്കാം, വീട്ടിലുള്ളവർക്കും കൊടുക്കാം എന്നൊക്കെ കരുതി അവർ കുറേ ആ ഫലങ്ങൾ കയ്യിലും കരുതി തിരിച്ച് കൂട്ടുകാരോടൊപ്പം സന്തോഷത്തോടെ കൂടി വൃന്ദാവനത്തിലേക്ക് മടങ്ങിപ്പോയി എന്നുള്ളതാണ് 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 9ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഭട്ടതിരിപ്പാട് പറയുകയാണ്, ആ താലഫലങ്ങളുടെ പ്രത്യേകത പറയുകയാണ്. ധാരാളം കഴമ്പുള്ളവയും വലിപ്പമേറിയതും തേൻചാർ ഒഴുകുന്നതുമായിട്ടുള്ള ആ ഫലങ്ങൾ നിറയെ ഭക്ഷിച്ച് ആവോളം ഭക്ഷിച്ച് ആനന്ദത്തെ കൊണ്ട് കുറേയൊക്കെ വീട്ടിലേക്കും കൂടെ എടുത്ത് കൊണ്ടുപോകുന്ന ബാലന്മാരോടൊപ്പം ചേർന്ന് ഭഗവാനും ബലരാമനും ഒക്കെ തിരിച്ച് വൃന്ദാവനത്തിലേക്ക് മടങ്ങിയെത്തി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം ചൊല്ലാം. ഹതോ ഹതോ ധേനുക ഇത്യുപേത്യ ഫലാന്യദ്ഭിർമധുരാണി ലോകൈ ജയേതി ജീവേതി നുതോ വിഭോത്വം മരുത്പുരാധീശ്വര പാഹി രോഗാത്. ഒന്നുകൂടി ചൊല്ലാം. ഹതോ ഹതോ ധേനുക ഇത്യുപേത്യ ഫലാന്യദ്ഭിർമധുരാണി ലോകൈ ജയേതി ജീവേതി നുതോ വിഭോത്വം മരുത്പുരാധീശ്വര പാഹി രോഗാത്. 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ധേനുകൻ കൊല്ലപ്പെട്ടു എന്നിങ്ങനെ ആ ധേനുകവനത്തിൽ നിന്നും കൊണ്ടുവന്ന മധുരമേറിയ പഴങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ഭഗവാനെ ജയിച്ചാലും ജീവിച്ചാലും എന്ന് പറഞ്ഞ് സ്തുതിച്ചു. അങ്ങനെയുള്ള നാഥ ഗുരുവായൂരപ്പ ഭഗവാനെ, അങ്ങ് എന്നെ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് 10ാമത്തെ ശ്ലോകം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ 10ാമത്തെ ശ്ലോകത്തിലൊന്നുമില്ല മനസ്സിലാക്കാൻ.
അവർ തിരിച്ചു വന്നു അല്ലേ, ധേനുകവനത്തിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് തിരിച്ചു വന്നു. അവിടെ നിന്നും കിട്ടിയ മധുരമുള്ള ഫലങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ അവർ ധേനുകൻ കൊല്ലപ്പെട്ടു എന്നിങ്ങനെ സന്തോഷത്തോടു കൂടി വിളിച്ചു പറയുകയാണ്. അല്ലെങ്കിൽ ആ വനത്തിലേക്ക് ഈ അസുരനെ പേടിച്ച് ആർക്കും ചെല്ലാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ആ ധേനുകൻ കൊല്ലപ്പെട്ടു എന്നിങ്ങനെ സന്തോഷത്തോടു കൂടി വിളിച്ചു പറയുകയും ഒപ്പം ഈ പഴങ്ങളും ഭക്ഷിക്കുന്നുണ്ട്. ഭഗവാനെ പറയുകയാണ്, ജയിച്ചാലും ജീവിച്ചാലും നീണാൾ വാഴട്ടെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുകയാണ് അവിടുത്തെ ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള നാഥ, അങ്ങ് ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 10ാമത്തെ ശ്ലോകവും 53ാമത്തെ ദശകവും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ 10 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. അതീത്യ ബാല്യം ജഗതാം പതേ ത്വമുപേത്യ പൗഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യ വത്സാവനമുത്സവേന പ്രാവർത്തതാഗോ ഗണപാലനായാം ഉപക്രമസ്യാനുഗുണൈവ സേയം മരുത്പുരാധീശ തവ പ്രവൃത്തി ഗോത്രാപരിത്രാണകൃതേവ തീർണസ്തദേവ ദേവാരഭതാസ്തധായത് കഥാപി രാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീധാമനാംന സ്വസകസ്യ വാചാ മോദാദഗാദേനുഗകാനനം ത്വം ഉത്താലതാലീനിവഹേ ത്വദുക്ത്യാ ബലേന ദൂതേത ഭലേന ദോർഭ്യാം മൃദുക്കരശ്ചാഭ്യപതത് പുരസ്താത് ഫലോത്കരോദേനുഗദാനവോപി സമുദ്യതോധൈനുകപാലനേഹം കഥം വദം ദൈനുകമദ്യ കുർവേ ഇതീവ മത്വാ ധ്രുവമഗ്രജേന സുരൗകയോധാരമജീഘതസ്ത്വം തധീയഭൃത്യാനഭിജംബുകത്വേനോപാകദാനഗ്രജസംയുതസ്ത്വം ജംഭൂഫലാനീവ തഥാ നിരാസ്തസ്ഥാലേഷു ഖേലൻ ഭഗവൻ നിരാസ്ത വിനിഘ്നതി ത്വയ്യദജംബുഖൗഖം സനാമകത്വാധ്വരുണസ്തധാനീം ഭയാകുലോ ജംബുഗനാമധേയം ശ്രുതിപ്രസിദ്ധം വ്യദിതേതി മന്യേ തവാവതാരസ്യ ഫലം മുരാരേ സംജാതമധ്യേതി സുരൈർനുതസ്ത്വം സത്യം ബലം ജാതമിഹേതിഹാസി ബാലൈ സമം താലഫലാന്യഭുങ്ക്ത മധുദ്രവശൃന്തി ബൃഹന്തി താനി ബലാനി മേധോഭരഭൃന്തി ഭുക്ത്വാ തൃപ്തൈശ്ച ദൃപ്തൈർഭവനം ഫലൗഖം വഹദ്ഭിരാഘാ ഖലു ബാലകൈസ്ത്വം ഹതോ ഹതോ ധേനുക ഇത്യുപേത്യ ഫലാന്യഥദ്ഭിർമധുരാണി ലോകൈ ജയേതി ജീവേതി നുതോ വിഭോ ത്വം മരുത്പുരാധീശ്വര പാഹി രോഗാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 53ാമത്തെ ദശകത്തിലെ ശ്ലോകങ്ങൾ പൊതുവെ ചെറുതാണ്, വിശദീകരിക്കാനും കാര്യമായിട്ടൊന്നുമില്ല, കഥയാണ്. അതും
ഒരു ശ്ലോകത്തിലൊക്കെ ചുരുങ്ങിയതേ പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വീഡിയോ വൈകും കൂടി ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 53ാമത്തെ ദശകം മുഴുവനായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 52ാമത്തെ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസ് കാണണം. ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കുകയും വേണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. 54ാമത്തെ ദശകം. 54ാമത്തെ ദശകത്തിൽ കാളിയമർദ്ദനാണ് വരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇനിയുള്ള ദശകങ്ങളൊക്കെ തന്നെയും. ഭഗവാന്റെ അവതാരം തൊട്ട് ഇങ്ങോട്ട് പൊതുവെ നല്ല രസമായിട്ടാണ് എല്ലാ കഥകളും. ഭഗവാന്റെ കഥകൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ അത്രയും സുഖമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എല്ലാം അങ്ങനെ നല്ല രസമുള്ള ഭാഗങ്ങളാണ് ഇനി വരുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരുന്നതും ഒക്കെ നല്ല രസമുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ഹരിയോ.